ഹൈ ഡിയേഴ്സ്, ഞാൻ ഇന്നിവിടെ ഒരു നോർമൽ പലാസ പാൻ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്ലോത്തിനെ നാലായിട്ട് മടക്കിയിടണം. ക്ലോത്തിന് ഓപ്പോസിറ്റിലേക്കാണ് നാലായിട്ട് മടക്കിയിട്ടുള്ളത്. ഒരു ഫോൾഡും രണ്ട് ഓപ്പൺ കരവശം ഓപ്പോസിറ്റ് ഭാഗത്ത് നാലായിട്ട് മടക്കിയപ്പം കിട്ടിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇവിടെ ഫുൾ ഫോൾഡാണ്. ഇനി ആദ്യം തന്നെ ലെങ്ത് മാർക്ക് ചെയ്യണം. ക്ലോത്തൊക്കെ കറക്റ്റായിട്ട് വിരിച്ചിടുക, ചുളിവുകളൊന്നും ഉണ്ടാവരുത്. എനിക്ക് ലെങ്ത് വേണ്ടത് 39 ഇഞ്ചാണ് കറക്റ്റ് ലെങ്ത് വേണ്ടത്. അതിനോടൊപ്പം 2.5 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാനും 1 ഇഞ്ച് താഴെ കരവശം മടക്കി തയ്ക്കാനും. അപ്പം 41.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പം ഞാനതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 41.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി വേസ്റ്റ് റൗണ്ട് ആണ്. 40 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് ആണ്. 40/4 10 ഇഞ്ച്. 10 ഇഞ്ച് നമുക്ക് വേസ്റ്റ് റൗണ്ടിന് വേണം. പ്ലസ് 3 ഇഞ്ച് ലൂസിന് വേണം. ലൂസ് കുറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഹിപ്പിന്റെ ഭാഗത്ത് നിന്നും മുകളിലേക്ക് കയറൂല. അപ്പൊ അവിടെ നമുക്ക് ലൂസിനായിട്ട് കൊടുക്കണം. പിന്നെ 2 ഇഞ്ച് തയ്യൽ തുമ്പും. ടോട്ടൽ 15 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യണം. ഇനി 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് താഴേക്ക് മാർക്ക് ചെയ്യുക. അവിടുന്ന് താഴേക്ക് വീണ്ടും ആ 1.5 ഇഞ്ച് പോയിന്റിൽ നിന്നും താഴേക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യണം. അത് വേസ്റ്റ് റൗണ്ടിന് എത്രയാണോ കൊടുത്തത് അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് വേണം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാൻ. ഇപ്പൊ വേസ്റ്റ് റൗണ്ടിൽ ഞാൻ 15 ഇഞ്ചാണ് ടോട്ടൽ കൊടുത്തത്. അതിനോടൊപ്പം 1 ഇഞ്ചും കൂടി ചേർത്ത് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ 16 ഇഞ്ചിലോട്ട് ഈ 1.5 ഇഞ്ച് പോയിന്റിൽ നിന്നും താഴേക്ക് ചേർത്ത് വരയ്ക്കുക. അവിടുന്ന് വീണ്ടും പുറത്തേക്ക് 2 ഇഞ്ച് നമുക്ക് കർവ് വരയ്ക്കാനായിട്ട് മാർക്ക് ചെയ്യണം. 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കേട്ടോ. അതിനകത്ത് വൃത്തിയിൽ ഇങ്ങനെ ഒരു കർവ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് താഴെ കരവശത്ത് വീതി മാർക്ക് ചെയ്യാം. നോർമൽ പലാസ ആയതുകൊണ്ട് 10 ഇഞ്ച് വിടുത്ത് മതി താഴെ കരവശത്ത്. 10 ഇഞ്ച്. അതിനോടൊപ്പം 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മളെ ക്രോച്ച് ലെങ്ത്തിന്റെ അറ്റത്ത് നിന്നും കെർവാക്കി കൊടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും താഴെ വിഡ്ത്തിലേക്ക് ചേർത്ത് വരയ്ക്കുക. ഇത്രയും മാർക്കിങ് നമ്മളെ നോർമൽ പലാസ പാൻറ്റിന് ഉള്ളൂ. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. താഴേന്ന് വേണം കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ. ഒരു ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ് ഞാൻ ഇതിന് കൊടുക്കുന്നത്.
ഇത്രയേ ഉള്ളൂ ഒരു പലാസ പാൻറ്റിൻ്റെ കട്ടിങ്. ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്ന രീതി. നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക. ക്ലോത്തിൻ്റെ നല്ല വശം അകത്ത് ചേർത്ത് വെച്ചിട്ട് രണ്ട് സൈഡിലും ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യുക. രണ്ട് സൈഡിലും മുകളിൽ നിന്ന് താഴേക്ക് ഈ ഭാഗത്ത് ക്രോച്ചും സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഈ സൈഡിലും ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് ഈ ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്യാം. അതിന് ശേഷം നമ്മൾ വേസ്റ്റ് റൗണ്ട് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ചിലോട്ട് മടക്കുക. വേസ്റ്റ് റൗണ്ട് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് ഈ വേസ്റ്റ് റൗണ്ട് 1/2 ഇഞ്ചിൽ ആദ്യം മടക്കിയിട്ട് വീണ്ടും 1/2 ഇഞ്ചിലോട്ട് മടക്കി നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ഭാഗം റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക. മുഴുവനായിട്ടും ക്ലോസ് ചെയ്യരുത്. ഒരു 2 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് കൊടുക്കുക. അതിനകത്തേക്കൂടെ നമ്മൾ കറക്റ്റ് വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിൽ നിന്നും 2 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇലാസ്റ്റിക് എടുത്ത് ഇതിനകത്ത് കോർത്തെടുക്കുക. ഇലാസ്റ്റിക് കോർത്ത് ഇലാസ്റ്റിക്കിൻ്റെ 2 കരവശവും 2 അറ്റവും തമ്മിൽ ജോയിൻ ചെയ്തതിന് ശേഷം ആ 2 ഇഞ്ച് ഓപ്പൺ ഇട്ട ഭാഗം ക്ലോസ് ചെയ്യുക. അതിന് ശേഷം താഴെ കരവശം 1/2 ഇഞ്ചിൽ 2 മടക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. 2 കാലും വേറെയായിട്ട് പിടിക്കുക. എന്നിട്ട് താഴെ കരവശം 2 പ്രാവശ്യം 1/2 ഇഞ്ചിൽ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ പിടിച്ച് 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാൻറ്റിൻ്റെ രൂപത്തിൽ ആ സമയത്ത് നമുക്ക് 2 കാലും വേറെ വേറെ പിടിക്കാൻ കിട്ടും. എന്നതിന് ശേഷം കാലുകൾ തമ്മിൽ ചേർത്ത് പാൻറ്റിൻ്റെ രൂപത്തിൽ കാലിൻ്റെ ഈ ഒരു താഴെ കരവശത്ത് നിന്നും ഒരു കാലിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുക. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് ഒരു കാലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്രോച്ചിൻ്റെ ഭാഗത്തേക്കൂടെ തിരിച്ച് അടുത്ത കാലിലേക്ക് ഇറങ്ങി അടുത്ത കാലിൻ്റെ താഴെ വശത്ത് അവസാനിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ ഒരു സാധാ ഒരു നോർമൽ പലാസ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും.